ഹായ് ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HMP വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസ്. HMP വൈറസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ്. ഇത് കോസ് ചെയ്യുന്ന ഡിസീസസ് നമ്മൾ സാധാ ജലദോഷപ്പനി പോലെ അല്ലെങ്കിൽ ജലദോഷം പോലെ കണ്ടുവരുന്ന ഒരു അസുഖമാണ്. മാത്രമല്ല, ഇറ്റ് ഓഫൻ കോസസ് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ബട്ട് ഇറ്റ് ക്യാൻ സംടൈംസ് കോസ് ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്. അതായത് ഇത് യൂഷ്വലി നമുക്ക് സാധാരണമായി കണ്ടുവരുന്നത് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ മാത്രമായിട്ട് കോസ് ചെയ്യുന്നതാണ്. പക്ഷേ ചില കേസിൽ ഇത് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിനും ഇത് കോസ് ചെയ്യും. ഈ ന്യൂമോണിയ പോലത്തെ അല്ലെങ്കിൽ ആസ്മ, അതുപോലെ തന്നെ ഒരു വേഴ്സായ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി, അതായത് പൾമണറി ഡിസീസൊക്കെ അങ്ങനെ ക്രോണിക് ആയിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ ഇത് സിമിലർ ടു RSV, അതായത് റെസ്പിറേറ്ററി സിൻഷ്യൽ വൈറസ്, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ, ഈ രണ്ട് ഡിസീസുമായി ഏകദേശം എന്താ പറയുക ഒരു സാമ്യമുണ്ട്. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. അതായത് അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സാധാ പനി പോലെ തന്നെ വരുന്നത്. ഫീവർ ഉണ്ടാവും, കഫ് ഉണ്ടാവും, ചുമയുണ്ടാകും, റണ്ണിങ് നോസ് ആകും, അതുപോലെ തന്നെ സോർ ത്രോട്ട്, അതുപോലെ തന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ഈ ബ്രീത്തിങ്ങിനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ സാധാരണ വരുന്ന ഓരോ സിംറ്റംസ് തന്നെയാണ് ഇതിനും കണ്ടുവരുന്നത്. അടുത്തത് ഇതിൻ്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഡയറക്റ്റ് കോൺടാക്റ്റിലൂടെയാണ് കൂടുതലും പടരുന്നത്. അതായത് ഈ അസുഖമുള്ള ഒരാൾ തുമ്മിയാലോ അല്ലെങ്കിൽ ചുമച്ചാലോ അതുവഴി നമുക്ക് ഈ അസുഖം പടരാം. അതുപോലെ തന്നെ നമുക്ക് ഷേക്ക് ഹാൻഡ് തന്നാലോ, അവർ ഹഗ് ചെയ്താലോ കിസ് ചെയ്താലോ നമ്മുടെ ഡയറക്റ്റ് കോൺടാക്റ്റിലൂടെ മാത്രമേ ഇത് സ്പ്രെഡ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ അവർ യൂസ് ചെയ്ത ഫോൺ, ഡോർ ഹാൻഡിൽസ്, കീബോർഡ്സ്, ടോയ്സ്, വാട്ടെവർ അവരെന്ത് യൂസ് ചെയ്തോട്ടെ അതൊക്കെ നമ്മുടെ കോൺടാക്റ്റിൽ വരും. അവർ യൂസ് ചെയ്തൊരു സാധനം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ അസുഖം നമുക്കും സ്പ്രെഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി ചില കണ്ടീഷനിൽ ഈ HMP വൈറസ് എന്താകും, കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻസിലേക്ക് മൂവ് ഓൺ ചെയ്യും. അത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ആണ് പിന്നെ ബ്രോങ്കിയോലൈറ്റിസ്, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, ആസ്മ, അതുപോലെ തന്നെ ഇയർ ഇൻഫെക്ഷൻസ്. ഇത്തരത്തിലോട്ട് ഈ HMP വൈറസ് എന്ത് ചെയ്യും, സിവിയറായും ചിലപ്പം മാറിയേക്കാം. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഇതിങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും. ഇതിൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലബോറട്ടറി ടെസ്റ്റ്, അതായത് PCR അല്ലെങ്കിൽ ആൻറ്റിജൻ ഡിറ്റക്ഷൻ ടെസ്റ്റാണ് നമ്മൾ പൊതുവേ ഇതിന് യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് സ്പെസിഫിക്കായിട്ട് ഇതുവരെ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അതുപോലെ തന്നെ അതിന് വാക്സിനും നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ റെസ്റ്റ് എടുക്കുക, അതുപോലെ തന്നെ ഹൈഡ്രേറ്റ് ആവുക. പിന്നെ നമ്മൾ സിവിയർ കണ്ടീഷനിലൊക്കെ അല്ലെങ്കിൽ ഓക്സിജൻ കുറഞ്ഞ കണ്ടീഷനിലൊക്കെ നമ്മൾ ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കുക. നമ്മളിതുവരെ അതിൻ്റെ HMP വൈറസ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ സിംറ്റംസ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ഡയഗ്നോസിസ്, അതിൻ്റെ ട്രാൻസ്മിഷനൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം തന്നെ നമുക്ക് എങ്ങനെ അസുഖം വരാതിരിക്കാൻ നോക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് സാധാരണ പൊതുവേ നമ്മുടെ ഒരു ഹൈജീൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ ഹാൻഡ് സോപ്പോ അല്ലെങ്കിൽ പിന്നെ ആൽക്കഹോൾ ബേസ്ഡ് സാനിറ്റൈസറോ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കൈ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ നോസ്, മൗത്ത് എപ്പോഴും കവേർഡായിട്ട് സൂക്ഷിക്കുക. നമ്മൾ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ എപ്പോഴും നമ്മുടെ കൈ വെച്ച് ചുമക്കാതെ അല്ലെങ്കിൽ കൈ വെച്ച് തുമ്മാതെ അത് നമ്മുടെ എൽബോ വെച്ച് കവർ ചെയ്തിട്ടൊക്കെ തുമ്മാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അസുഖം ബാധിച്ചവരുടെ ചുറ്റും അവരുമായുള്ള കോണ്ടാക്റ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ മാസ്ക് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ അഡ്വക്കേറ്റായിട്ട് നമ്മുടെ നോസ്, ഫേസ് എപ്പോഴെപ്പോഴും ഇങ്ങനെ ടച്ച് ചെയ്യാതിരിക്കുക. പിന്നെ ഈ അസുഖം ബാധിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഒരു അസുഖം ബാധിച്ചാൽ അല്ലെങ്കിൽ വേറൊരു ആൾക്കൊരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് ഷെയർ വെക്കാൻ നോക്കുക. അതുപോലെ തന്നെ അവർ യൂസ് ചെയ്ത പ്ലേറ്റ്സ്, വാട്ടെവർ യൂട്ടൻസിൽസ്, സ്പൂൺസ് അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ളൊരു സംഭവങ്ങളൊക്കെ നമുക്ക് മാക്സിമം നമ്മുടെ അസുഖം വരാതിരിക്കാനുള്ള ചാൻസസൊക്കെ കുറക്കും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് HMP വൈറസ് എന്താണെന്നും അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്, അതുപോലെ തന്നെ അതിൻ്റെ ട്രാൻസ്മിഷൻസ്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എങ്ങനെ അത് ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ അത് കണ്ടുപിടിക്കാം, ഡയഗ്നോസിസ് ചെയ്യാം. പിന്നെ അത്തരത്തിലുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ പ്രിവെൻഷനാണ് എടുക്കേണ്ടതെന്നും ആണ് നമ്മളിപ്പോൾ ഈ ടോപ്പിക്കിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.